എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് മലബാറിൽ പോയി പിന്നെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ കയറി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമ്മളെ കോളേജിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നാണ് രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് 12 മണി വരെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഭഗവാനെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, കാരണം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു അശരീരി പോലെ തോന്നി. എൻ്റെ പകുതി ഞാൻ നോക്കിക്കോളാം, നിൻ്റെ പകുതി നീ നോക്കുക എന്ന് പറഞ്ഞു. കേട്ടതും കേൾക്കാത്ത പാതി കണ്ണീരും കാര്യങ്ങളൊക്കെ തുടച്ച് നേരെ വില്ലേജ് ഓഫീസ് പോയി. പിന്നെ തൊട്ടടുത്തുള്ള ജനസേവാ കേന്ദ്രങ്ങളിൽ പോയി അന്വേഷിച്ചു, വിളിച്ചന്വേഷിച്ചു. അവസാനം നമ്മളെ വെള്ളാമ്പറം തവക്കൽ ഹോളിഡേയ്സിൽ വെച്ചിട്ട് എൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഞാൻ പൂർത്തിയാക്കി കേട്ടോ. ഭയങ്കര സമാധാനം. പിന്നെ മൂപ്പരോട് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എല്ലാതും അവസാനം ചെയ്യാമെന്ന് വെച്ച് നിൽക്കുന്ന കുറച്ച് ആളുകൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് കേട്ടോ. എന്ത് പോയാലും എന്തൊക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം മുന്നേ തീർത്ത് വയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു കുറച്ച് സമയം നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ്റെ ആഘാതം വളരെ വലുതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എത്തിയ പാടനെ ഇവരെ തുറന്നു വിട്ടെങ്കിലും പെട്ടെന്നൊന്നും കൂട്ട് കയറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അതങ്ങോട്ട് ഇവർ നന്നായിട്ട് മുതലാക്കുന്നുണ്ട്. കയറി മുറത്ത് കയറി കൊത്താനുള്ള പരിപാടിയാണ് കേട്ടോ. കട്ടുമ്മൽ അങ്ങോട്ട് കയറിയിട്ട് ഒരു ഒറ്റ എണ്ണം അങ്ങോട്ട് ഇറങ്ങുന്നില്ല. എന്നെ കണ്ടത് ശങ്കര് നേരെ ഇറങ്ങി പോകുന്നെങ്കിലും ശങ്കറിന് ഒരു പേടിയില്ല കേട്ടോ. അവസാനം നമ്മളെ കുഞ്ഞൂസ് ഇടപെട്ടിട്ടാണ് 3 എണ്ണം അവിടെ നിന്ന് അങ്ങോട്ട് പോന്നിട്ടുണ്ടാവുക. വന്നതും നേരെ 3 അടുക്കളയിലേക്കാണ് കേട്ടോ. ഇതിലാരാ ഞങ്ങളെ പറ്റിച്ചത് എന്നുള്ളൊരു ഭാവത്തിൽ 3 എണ്ണം നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് ചിരിച്ചിരുന്നു കേട്ടോ. പിന്നെ അവരെ പാടായി. ഇതിനിടയ്ക്ക് നമ്മളെ കുഞ്ഞൂസ് മേട്ടൂനെ മുഴുവൻ അങ്ങോട്ട് തിരയുന്നുണ്ട് കേട്ടോ. ഇനി അവളറിയാതെ അവനെങ്ങാനും വന്നോ എന്ന് അറിയാനുള്ള ആശങ്കയായിരിക്കും. പേടിക്കേണ്ട കുഞ്ഞൂസിനോട് മാത്രമല്ല നിങ്ങളോടും കൂടിയാണ്. ഇനി വൈകാതെ തന്നെ നമ്മളെ മേട്ട് തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ. ഇതിനിടയ്ക്ക് മണ്ണിൽ പോയി കളിക്കാൻ പോയിട്ടുണ്ട് 2 എണ്ണം. അവിടുന്ന് അവളെയും കൂട്ടി നമ്മളെ കുഞ്ഞൂസ് പോയി. പിന്നെയും അവരുടെ വികൃതി ഒന്നും മാറുന്നില്ല എന്ന് കണ്ടോണ്ടാണോ എന്ന് അറിയില്ല. കുഞ്ഞൂസ് നേരെ അങ്ങോട്ട് കൂട്ടി പോയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി കുഞ്ഞൂസ് വേഗം കൂട്ടി കയറിയെന്ന് വെച്ചപ്പോൾ ആളുണ്ടാട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം അവളടുത്തൊക്കെ പോയിട്ടിരുന്നതിന് ശേഷം 3 ആളെയും കൂട്ടിക്കയറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ. എല്ലാവരും പോലെ അല്ല, ശങ്കറിനെ കൂട്ടിക്കയറ്റാൻ ഇച്ചിരി സമയം എടുത്തിട്ടോ. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. കൂട്ടിക്കയറ്റിയതിന് പിന്നെ ശങ്കറിനും കുഞ്ഞൂസും കുറച്ച് അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ വന്നിട്ട് എന്താണ് അവിടെ പരിപാടി എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ടുള്ളൂ. കുഞ്ഞൂസും ശങ്കരി അവിടെ ഇരുന്നിട്ടോ. ശങ്കരി ആണെങ്കിലോ എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു. കുഞ്ഞൂസാണെങ്കിലോ ഇവനെ കൊണ്ട് ഞാൻ തോറ്റിട്ടുണ്ട്, ഞങ്ങളെ കൂടൊന്നും മാറ്റി തരുമോ എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു കേട്ടോ. എന്നെ കണ്ടതും കുഞ്ഞൂസ് അമർന്നിട്ടുണ്ട്, ശങ്കരിയും അമർന്ന് കിടക്കുന്നതാണ്. പക്ഷെ ശങ്കരൻ നിങ്ങളാരെ പേടിച്ചിരിക്കുകയാണ്, ബാ നമുക്ക് അടി കൂടാന്ന് പറഞ്ഞിട്ട് ശങ്കരിനെ നോക്കുന്നുണ്ട്. കുഞ്ഞൂസിൻ്റെ മേലെ വീണ്ടും കയറാനും നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കുഞ്ഞൂസ് നല്ല കുട്ടിയാണ്. ആള് അടിപിടി നിർത്തി ഞാൻ ഒന്നും ചെയ്യൂല എന്നുള്ള തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു തീരുമാനം നമ്മളെ ശങ്കരനെ ഇച്ചിരി നിരാശപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവൻ്റെ ശ്രമത്തിന് ഒരു കുറവുമില്ല കേട്ടോ. കുഞ്ഞൂസ എന്നുള്ളൊരു ഭാവത്തിൽ അവനെ നോക്കിക്കുന്നുണ്ട്. ഇടയ്ക്ക് ശങ്കരിനെ നോക്കിയിട്ട് എടി നീ ഇങ്ങോട്ട് പോരണോ എന്നുള്ള ഭാവത്തിൽ അവളെയും നോക്കുന്നുണ്ട്. കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞത് കുഞ്ഞൂസും ശങ്കരി നന്നായിട്ട് അനുസരിക്കാറുണ്ട്. നമ്മളെ ശങ്കരൻ അനുസരിക്കൂല എന്നല്ല, അനുസരിക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഭീഷണിപ്പെടുത്തേണ്ട അവസ്ഥയാണ് കേട്ടോ. എന്തായാലും ഇവരെ ഈ ഒരു ഇരുത്തം അതൊരു 1-1 ഇരുത്താട്ടോ ഗൈസ്.